അതേസമയം സംസ്ഥാനത്തെ സ്വർണ്ണവില ഇന്നും വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. പുതുവർഷമായതിനാൽ തന്നെയും വലിയൊരു കുറവാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതീക്ഷയിലാണ് ജനം. സംസ്ഥാനത്ത് പുതുവർഷത്തിൽ സ്വർണത്തിന് ശുഭപ്രതീക്ഷയേറുകയാണ്. ഇന്ന് പവന് 600 രൂപ കുറഞ്ഞ് 99,040 രൂപയും ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 12,380 രൂപയിലും എത്തി. ഇത് സ്വർണ്ണാഭരണം വാങ്ങാനായി കാത്തിരിക്കുന്നവർക്ക് ആശ്വാസം പകരുന്ന തരത്തിലുള്ള ഒരു മാറ്റമാണ്. ഇന്നലെയും സ്വർണ്ണവിലയിൽ ഇടിവ് സംഭവിച്ചിരുന്നു. പവന് 240 രൂപ കുറഞ്ഞ് 99,640 രൂപയും ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 12,455 രൂപയുമായിരുന്നു. കഴിഞ്ഞ വർഷം അവസാനത്തോടെ സ്വർണ്ണവിലയിൽ ഇതുവരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കുതിപ്പാണ് ഉണ്ടായത്. ഡിസംബർ 23-നാണ് പവന് ചരിത്രത്തിലാദ്യമായി 1 ലക്ഷം രൂപ കടന്നത്. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് $22 കൂടി $4,349.55 നിലവാരത്തിൽ തുടർന്നിരുന്നു. US വെനസ്വേല ഭിന്നത രൂക്ഷമായതും റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾ പരാജയപ്പെടുമെന്ന ആശങ്കയുമാണ് സ്വർണ്ണത്തെ സുരക്ഷിത നിക്ഷേപമായി കാണാൻ നിക്ഷേപകരെ പ്രേരിപ്പിച്ചത്. സ്വർണ്ണവില ലക്ഷം കടന്നതോടെ സാധാരണക്കാർക്കും ആഭരണ പ്രേമികൾക്കും സ്വർണം വാങ്ങാൻ പ്രതിസന്ധിയായിരുന്നു. 3% GST, ഹോൾമാർക്കിംഗ് ചാർജ്, കുറഞ്ഞത് 5% പണിക്കൂലി എന്നിവ കൂടി ചേരുമ്പോൾ ഒരു പവൻ ആഭരണത്തിന് 1.05 ലക്ഷത്തിന് മുകളിൽ നൽകേണ്ടി വരും. അതേസമയം സംസ്ഥാനത്തെ വെള്ളിവിലയിലും ഇന്ന് കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 ഗ്രാം വെള്ളിക്ക് 256 രൂപയും 1 കിലോഗ്രാം വെള്ളിക്ക് 2,56,000 രൂപയുമാണ്. ഇന്നലെ ഗ്രാമിന് 257 രൂപയായിരുന്നു. അന്താരാഷ്ട്ര വിപണിക്ക് അനുസരിച്ചാണ് കേരളത്തിലെ വെള്ളിവില നിശ്ചയിക്കപ്പെടുന്നത്. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും വെള്ളിവിലയെ സ്വാധീനിക്കും. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.